ഇപ്പോൾ SITയുടെ കൈകളിലുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വമ്പന്മാരിലേക്ക് എത്താനുള്ള തുറുപ്പ് ചീട്ടാണ്. തുടക്കം മുതൽ കേട്ട പേരായിരുന്നു വാസു. എന്നാൽ ഈ വാസുവിലേക്ക് എത്താൻ കുറച്ച് ദിവസം വേണ്ടി വന്നു. SIT ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ദേവസ്വം ബോർഡ് ഉന്നതരിലേക്ക് എത്തുമ്പോൾ ഇവിടെ പ്രതിസന്ധിയിലാവുന്നത് മറ്റാരുമല്ല, CPM തന്നെയാണ്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഹൈക്കോടതിയെ ബോധിപ്പിച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. അതുതന്നെയാണ് ഈ അന്വേഷണത്തിൽ ഒരു വ്യത്യസ്തത. അതുകൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പ്രതിസന്ധിയിൽ ആകുന്നതും CPM-ഉം സർക്കാരും തന്നെയാണ്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസുവിനെ SP ശശിധരൻ ചോദ്യം ചെയ്തു. അടുത്ത ഘട്ടത്തിൽ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന N പത്മകുമാറിനെയും ചോദ്യം ചെയ്യും. ഇതോടെ ശബരിമലയിലെ മോഷണ അന്വേഷണ പരമ്പരകൾ മാറുകയാണ്. അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീർ കുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ ചോദ്യം ചെയ്തത്. സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമില്ല എന്നാണ് വാസുവിന്റെ മൊഴി. അതായത് സ്വർണം പൂശാൻ ശുപാർശ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്ത് ബോർഡിന് കൈമാറുക മാത്രമാണ് താൻ ചെയ്തത്. തുടർ നടപടികൾ എടുക്കേണ്ടത് തിരുവാഭരണ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. കട്ടിള കൊണ്ടുപോകുമ്പോൾ താൻ കമ്മീഷണർ ആയിരുന്നില്ല. 2019 മാർച്ചിൽ വിരമിച്ചു. സ്വർണം പൊതിയാൻ പാളികൾ നൽകിയതിൽ ദേവസ്വം കമ്മീഷണർക്ക് പങ്കില്ല. തിരുവാഭരണം കമ്മീഷണറുടെ അധികാരത്തിലുള്ള കാര്യങ്ങളാണ്. ദേവസ്വം സമിതി അടക്കം പരിശോധിച്ച് സ്വർണമാണോ ചെമ്പാണോ എന്ന് ഉറപ്പിച്ച് മഹസർ തയ്യാറാക്കിയാണ് പാളികൾ കൊണ്ടുപോയത്. ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പാളികൾ നൽകിയത് എന്നും വാസു മൊഴി നൽകിയിട്ടുണ്ട്. വാസുവിനെ അടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതായത് സ്വർണം പൂശിയ ശേഷം ബാക്കിയായ സ്വർണം സാധുവായ പെൺകുട്ടികളുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടി ബോർഡ് പ്രസിഡന്റായിരുന്ന വാസുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മെയിൽ അയച്ചിരുന്നു. അന്വേഷണ സംഘമാണ് ഇത് പറയുന്നത്. അതായത് പ്രസിഡന്റിന്റെ അനുമതിയല്ല, ഉപദേശം തേടിയാണ് ഇമെയിൽ അയച്ചതെന്നും സന്നിധാനത്തെ സ്വർണമാണെന്ന് കരുതിയിരുന്നില്ല എന്നുമാണ് വാസുവിന്റെ മൊഴി. പോറ്റിയുടെ ചിലവിൽ സ്വർണം പൂശാനാണ് ബോർഡുമായുള്ള കരാർ. ആ സ്വർണത്തിന്റെ ബാക്കി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതായാണ് കരുതിയതത്രേ. ഇമെയിൽ പ്രിന്റ് എടുത്ത് അതിനു മുകളിൽ തിരുവാഭരണം കമ്മീഷണറുടെയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അഭിപ്രായം വാങ്ങുക എന്ന് എഴുതി തിരിച്ചു നൽകി. ഇതിൽ എന്ത് നടപടി ഉണ്ടായി എന്നറിയില്ല. ഇതാണ് വാസു വ്യക്തമാക്കുന്നത്. അതായത് സ്വർണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയത് സുധീഷ് കുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കുമ്പോഴാണ്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ കമ്മീഷണർ ആയിരുന്ന വാസു പിന്നീട് പ്രസിഡന്റുമായി. പത്മകുമാറിന്റെ ഭരണകാലത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാർ വാസു പ്രസിഡന്റ് ആയപ്പോൾ ഈ വാസുവിന്റെ സെക്രട്ടറി, അതായത് PA ആയി. കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ അധ്യക്ഷനായ ഈ ബോർഡ് ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിലുണ്ട്. തിരുവാഭരണം കമ്മീഷണറും കൊല്ല ചവറ സ്വദേശിയുമായ KS ബൈജുവിനെ ഉടൻ ചോദ്യം ചെയ്യണം. സ്വർണപ്പാളി ചെമ്പുപാളി എന്ന് എഴുതിയതാണ് ബൈജുവിനെതിരെയുള്ള കുറ്റം എന്നാണ് പറയുന്നത്. തിങ്കളാഴ്ച ദേവസ്വം ആസ്ഥാനത്തെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൂടി വിളിപ്പിച്ച് വിവരം ശേഖരിക്കും. ചോദ്യം ചെയ്യാൻ ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയതായാണ് വിവരം. അതിനിടെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പുപാളിയാണെന്ന് എഴുതിയത് 2019 മാർച്ച് 19 അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിൽ എന്ന അന്വേഷണ സംഘം കണ്ടെത്തി. ഇത് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ പ്രസിഡന്റായ അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് കട്ടിളപ്പാളി പുറത്തു കൊണ്ടുപോയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. പിന്നീട് ബോർഡ് പ്രസിഡന്റായ N വാസുവിനെ 2019 മാർച്ച് 31 വരെ ദേവസ്വം കമ്മീഷണർ, കേസുകളിലെ പ്രതിയായ സുധീഷ് കുമാർ വാസുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിക്ക് 42 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ഇതിൽ നിന്ന് 409 ഗ്രാം സ്വർണം വേർതിരിച്ചു. ഇതിന്റെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ദേവസ്വത്തിന്റെ സ്വർണം ജീവനക്കാരുടെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയെന്ന കുറ്റപത്രത്തിൽ പറയുന്നു. 2004 മുതൽ 4 വർഷം കീഴ്ശാന്തിയുടെ പരികർമ്മിയായി
ജോലി ചെയ്ത പോറ്റിക്ക് 98-ൽ ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞ വിവരം അറിയാമായിരുന്നു. ചട്ടവിരുദ്ധമായി ഇവ ചെന്നൈയിലേക്ക് കടത്തുകയും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. ദ്വാരപാലക ശില്പത്തിലെ പാളികളിലെ സ്വർണം കവർന്ന കേസിലായിരുന്നു പോറ്റിയെ നേരത്തെ അറസ്റ്റ് ചെയ്തത്. പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബോർഡ് ഉന്നതരെ പിടികൂടുമെന്നാണ് സൂചന. സംശയനിലയിലുള്ള കൽപേഷ് ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻ സിഒ പങ്കജ് ഭണ്ഡാരി എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തിരുവാഭരണം മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ കൂടുതൽ കുരുക്കാകുന്നത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ അദ്ദേഹത്തിന്റെ PAയും ആയിരുന്ന സുധീഷ് കുമാറിന്റെ മൊഴി തന്നെയാണ്. ഏറ്റവും അടുത്ത വിശ്വസ്തനെയാണ്, അല്ലെങ്കിൽ ആ വിശ്വസ്തന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ വാസുവിനെ കുരുക്കിയിരിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വലിയ തെളിവുകളാണ് പുറത്തു വരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, മഹസർ തയ്യാറാക്കിയ മുരാരി ബാബു അടക്കമുള്ളവർ ഇതിലേക്ക് വരുമ്പോഴും കോടതി ചോദിക്കുന്ന ഒറ്റ ചോദ്യം എന്ന് പറയുന്നത്, ഇവരൊക്കെ ഉണ്ട്, ശരി, വാസുവിന്റെ വായിൽ നിന്ന് വീണ ഉന്നതർ, അതായത് ഈ ഉന്നതർ അറിയാതെ ഈ ചെറുമീനുകളൊന്നും ഇത് ചെയ്യില്ലല്ലോ. ദേവസ്വം മന്ത്രി അറിയണം, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിന്റെ പ്രസിഡന്റ് അടക്കം ഉള്ളവരറിയണം, CPMലെ പല ഉന്നതരും അറിയണം. കാരണം ശബരിമലയിലെ സ്വർണമാണ്. ഇത് എടുത്തോണ്ട് ആരോടും ചോദിക്കാതെ പറയാതെ ആർക്കും പത്മകുമാറിനൊന്നും ചെയ്യാൻ കഴിയില്ല, വാസുവിനൊന്നും ചെയ്യാൻ കഴിയില്ല, പോറ്റിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മുരാരി ബാബുവിന് കഴിയില്ല, ബൈജുവിന് കഴിയില്ല, സുധീർ കുമാറിന്, ഇവർക്ക് ആർക്കും കഴിയില്ല. ഇത് മുകളിൽ നിന്നുള്ള, അതായത് CPMന്റെ ഉന്നത തലങ്ങളിൽ നിന്നുള്ള ചില ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോ കോടതി ചോദിക്കുന്നത് 17-ാം തീയതി വരെ സമയമുണ്ട്. ആ 17-ാം തീയതിക്കകത്ത് ആരാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്, ആരുടെ അറിവോടെയാണ് ഈ സ്വർണങ്ങൾ പൂശാൻ കൊണ്ടുപോയത്, ഈ പൂശാൻ കൊണ്ടുപോയ സ്വർണം എങ്ങനെയാണ് ചെമ്പായത്, ഈ പൂശാൻ എടുത്ത സ്വർണത്തിൽ ബാക്കി വന്ന സ്വർണം അത് കട്ടയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണ് ചെയ്തത്? ആ കട്ട നമുക്കറിയാം, CPMലെ പല ഉന്നതർക്കും ഈ സ്വർണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആക്രാന്തമാണ്. ഈ ബിരിയാണി ചെമ്പിലൊക്കെ പലതും കടത്തി എന്നൊക്കെ പണ്ട് സ്വപ്ന അടക്കം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്വർണം എന്ന് കേട്ടാൽ മയങ്ങി വീഴുന്ന പലരും CPMനകത്തുണ്ട്. അതിപ്പോ അയ്യപ്പന്റെ സ്വർണമാണോ, ഗുരുവായൂരപ്പന്റെ സ്വർണമാണോ, അല്ലെങ്കിൽ ശ്രീപത്മനാഭന്റെ സ്വർണമാണോ? കാരണം അവർ വിശ്വാസികളല്ലല്ലോ. അതുകൊണ്ട് ഏത് ദൈവത്തിന്റെ സ്വർണമായാലും അവരെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. സ്വർണം കിട്ടിയാൽ മതി. കാരണം നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ജീവിക്കണം, മക്കളുടെ മക്കൾ ജീവിക്കണം, അങ്ങനെ ഒരു 10 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കി ഇട്ടിട്ട് വേണം താൻ പോകാൻ എന്നുള്ള ചിന്തയാണ് CPMന്റെ മുകളിലിരിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും, അത് CPM എന്നില്ല, BJP എന്നില്ല, കോൺഗ്രസ് എന്നില്ല, എല്ലാ പാർട്ടിയിലും തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഒക്കെ ചിന്ത ഇങ്ങനെയാണ്. അത് ദൈവത്തിന്റെ കട്ടാണെങ്കിലും സാധാരണക്കാരൻ്റെത് കട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ ഉന്നതങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാരാണ്? മന്ത്രി അടക്കം, അല്ലെങ്കിൽ മന്ത്രിക്ക് മുകളിലുള്ളവരടക്കം, ഇനി മറ്റേതെങ്കിലും സോഴ്സിലുള്ള ആരെങ്കിലും ഒക്കെ ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോടതി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. വലിയ രീതിയിൽ ഇത് പിന്നെ കൂടുതൽ കുരുക്കുകളിലേക്ക് പോകുമ്പോൾ പല ഉന്നതരുടെയും നെഞ്ചിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക.